അപ്പോൾ ചങ്ങായിമാരെ ജാബറാണ്. പിന്നെ നമ്മുടെ കെ ടി ജലീൽ മൂപ്പരുടെ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. അറ്റല്ലാത്തൊരു കരച്ചിൽ. പണ്ട് മരണപ്പെട്ടു പോയ CPM നേതാവ് VS അച്യുതാനന്ദൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ഐസ്ക്രീം എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നത് ഓർമ്മ ഉണ്ടാകുക. അത് പുല്ലിലും പൊടിക്കില്ലാണ്ട് പോയി. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമായി. അതങ്ങനെ മുങ്ങിപ്പോയി. അതേപോലെ PK ഫിറോസ് സാഹിബിനെതിരെ ഇപ്പോൾ KT ജലീൽ ധോത്തി അഴിമതി എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. അതിന് ഹാജരാക്കാൻ ചങ്ങായിട്ട് വല്ല തെളിവുണ്ടോ? അതിട്ടല്ലേനും മൂപ്പര് മറ്റേ കോഴിക്ക് മുല വരും എന്ന് പറഞ്ഞമാര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം പിടിക്കും തെളിവുണ്ട്. എവിടെ ചങ്ങായി തെളിവ്? ആ തെളിവുണ്ടെങ്കിൽ അതൊന്ന് പുറത്തു വിട്. എന്നിട്ട് CPM നിങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ അണ്ടറിലുള്ള ഏജൻസികൾക്ക് ഇത് കൈമാറ്. എന്നിട്ട് PK ഫിറോസ് സാഹിബിനെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിക്കുക. അതല്ലേ ചെയ്യേണ്ടത്. തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. പൊന്നാര KT ജലീലെ, നിങ്ങളുടെ വർത്തമാനങ്ങൾക്ക്, നിങ്ങളുടെ ജൽപ്പനങ്ങൾക്ക് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ മുന്നണി തന്നെ ഒരു പുല്ലിൻ്റെ വില പോലും നൽകുന്നില്ല. CPM പോലത്തെ രാഷ്ട്രീയ പാർട്ടി നിങ്ങളെ മുഖവിലക്കെടുക്കുന്നേ ഇല്ല. DYFI എന്ന് പറയുന്ന CPM യുവജന സംഘടന നിങ്ങളുടെ വർത്തമാനങ്ങൾക്ക് പുല്ലിൻ്റെ വില നൽകുന്നില്ല. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലേശം കഴമ്പിട്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ എതിരാളി തന്നെയാണ് PK ഫിറോസ് സാഹിബ്. ഉറപ്പായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുക്കും, CPM DYFI. പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പം എന്താ നിങ്ങൾക്ക് പിരാന്താന്നുള്ളത്, നിങ്ങൾക്ക് മൂച്ചിപ്പിരാന്ത് മൂത്തിക്കുക എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന CPM നിങ്ങളുടെ ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ അതിൻ്റെ ആളുകൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന സംഭവങ്ങൾക്കൊന്നും ഒരു പുല്ലിൻ്റെ വില പോലും ഇവർ നൽകാത്തത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി. ഇങ്ങൾക്ക് ചൂടുണ്ടാവും. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ മന്ത്രിയായിട്ട് ഇങ്ങനെ വിലസിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൊച്ചാപ്പാൻ്റെ മകനെ പിൻവാതിലൂടെ തിരികെ കയറ്റിയപ്പോൾ PK ഫിറോസ് സാഹിബ് അതിൻ്റെ തെളിവ് കൊടുത്ത്, നിങ്ങളെ പോലെ വെറുതെ പറയല്ല, തെളിവ് ഹാജരാക്കി തെളിവും കയ്യിൽ പിടിച്ചിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ കൊച്ചാപ്പാൻ്റെ മകൻ്റെ ജോലി തെറിപ്പിച്ച് കുത്തിയിരുത്തി നിങ്ങളുടെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച് PK ഫിറോസ്. അതിൻ്റെ ചൂടുകൾക്ക് നല്ലോണം ഉണ്ട്. അതന്നെ, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ ധോത്തി ചലഞ്ച്, ചെങ്ങായിയെ ചെമ്പനില്ലാത്ത ചൂടെന്തിനാ മൂടിക്ക്. ധോത്തി ചലഞ്ചിൽ എന്നെ പോലെയുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും MSFൻ്റെയും പ്രവർത്തകർ പങ്കെടുത്ത ധോത്തി ചലഞ്ചിൽ അതിന് ക്യാഷ് കൊടുത്തത് ഞങ്ങൾക്കാണ് മുസ്ലിം യൂത്ത് ലീഗ് ധോത്തി തന്നത്. അതിന് ഗുണനിലവാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലടോ. ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ഞങ്ങൾ ഏറ്റെടുക്കും. അത് 500 ആണെങ്കിലും അല്ല, 600 ആണെങ്കിലും അല്ല, എത്രയാണെങ്കിലും. ഇനിയിപ്പോൾ 100 രൂപ വിലയുള്ള ധോത്തിയാണ് ഞങ്ങൾക്ക് തന്നതെങ്കിലും ഞങ്ങൾക്ക് അതിന് പ്രശ്നമല്ല. കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം ലീഗുകാരനോ മുസ്ലിം യൂത്ത് ലീഗുകാരനോ ഞങ്ങൾക്ക് കിട്ടിയ ധോത്തി ഗുണനിലവാരമില്ലാത്ത ധോത്തിയാണെന്നും ഇതിൽ ഞങ്ങളുടെ സംഘടന അഴിമതി നടത്തിയെന്നും പറഞ്ഞിട്ട് രേഖാമൂലം എവിടെയെങ്കിലും പരാതി കൊടുത്തുകൊണ്ടോ? എവിടെയില്ല. ഈ രാത്രി ഇങ്ങനെ കടന്ന് ആലോചിക്കുക, എന്തപ്പോൾ നാളെ PK ഫിറോസിനെതിരെ പറയാൻ പറ്റുക, ലീഗിനെതിരെ പറയാൻ പറ്റുക. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക തന്നെ. ഉളുപ്പുണ്ടായി കഴിഞ്ഞാൽ ഉളുപ്പ് ലേശം ഉണ്ടോ? പിന്നെ കുറച്ച് ഒരു 2024 നമ്മുടെ ദേശീയ ആസ്ഥാനം, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ദേശീയ ആസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് KT ജലീൽ നിങ്ങളൊരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അഥവാ ആ സ്ഥലം 20 കോടി രൂപക്ക് വാങ്ങിയ സ്ഥലം ഒരു കെട്ടിടം നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഓഫീസ് നിർമ്മിക്കാനോ പറ്റാത്ത സ്ഥലമാണെന്നും അതിന് അനുമതി കിട്ടൂലെന്നും അതിനുവേണ്ടി പിരിച്ചെടുത്ത 20 കോടി രൂപ അത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പുട്ടടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഒന്ന് വന്നിട്ട് കുരച്ചു പോയതാണ്. ആ പറഞ്ഞ സ്ഥലത്ത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഒഴിവുണ്ടെങ്കിൽ ആ വഴിക്കൊക്കെ പോകുമ്പോൾ കയറുണ്ടോ? ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പം നിങ്ങളെ വാക്കും പഴയ ചാക്ക് വരെ മാറിയ ഒരു 10 പൈസ വില സമൂഹം നിങ്ങൾക്ക് തരില്ല, ഉറപ്പായിട്ടും തരില്ല. നിങ്ങളെ പിന്നാലെ കുറച്ച് ആളുകളുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് മൊഴി മുത്താന്നും പറഞ്ഞിട്ട് തൊടാണ്ട കഴിഞ്ഞ് നിങ്ങൾക്ക് ജയ് വിളിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും, അന്തം കമ്മികൾ. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിരിച്ചെടുത്ത തുകകളും അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിനും ഞങ്ങളുടെ കയ്യിൽ തക്കതായ അതിന് ഉതകുന്ന രീതിയിലുള്ള തെളിവുകളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങളുണ്ട്. ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ നിയമപരമായി അതിൻ്റെ മുന്നോട്ട് പോക്ക്, അതിൻ്റെ കാര്യങ്ങളുമായി ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ മുമ്പിൽ ഞങ്ങൾ ഹാജരായിക്കൊള്ളാം. ഇങ്ങനെ അവിടെ നിന്നിട്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയാനല്ല. ഇതുവരെ നിങ്ങൾ തെളിവ് തന്നെ പുറത്തു വിട്ടിട്ടില്ല. ജലീലെ, മിനിമം നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണില്ല എന്തെങ്കിലും സത്യമുണ്ട് എന്നുള്ളത് മറ്റുള്ള ജനങ്ങൾക്കൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ KT ജലീലെ, തെളിവുണ്ട് എന്നിങ്ങനെ പറയാതെ തെളിവൊന്നും നിങ്ങൾ പുറത്തു കൊണ്ടുവരും.
എന്നിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ മുന്നണിയാണല്ലോ കേരളം ഭരിക്കുന്നത്, അവരോടൊന്ന് അന്വേഷണത്തിന് ഉത്തരവിടാൻ പറയും. അങ്ങനെ ഉത്തരവ് വരുമ്പോൾ നിയമപരമായി അതിനെ നേരിടാനുള്ള എല്ലാ വകുപ്പുകളും എല്ലാ തെളിവുകളും എവിഡൻസും ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ സംഘടനകളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് അനുസരിച്ചുള്ള മുന്നോട്ട് പോക്ക് ഞങ്ങൾ നടത്തിക്കോളാം. അത്രയേ ഉള്ളൂ.